വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി. അവർ അവനെ ചെമപ്പു വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മെടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവേ സ്വസ്തി എന്നവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവന്റെ ശിരസിലടിക്കുകയും അവന്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ച ശേഷം ചെമപ്പു വസ്ത്രം അഴിച്ചുമാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. ഓർമ്മിക്കുക, സ്നേഹിക്കുക, പൂർണ്ണമായി സ്നേഹിക്കുക, നിബന്ധനയില്ലാതെ സ്നേഹിക്കുക എന്ന ആപ്തവാക്യം നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നവരാണ് വിശുദ്ധർ. ജീവിതകാലത്ത് ഗുരുവും നാഥനുമായ ഈശോയെ പ്രതി ജീവിതം മുഴുവൻ ക്ലേശങ്ങൾ ഏറ്റെടുത്ത് അത് സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നടന്നവരാണ് വിശുദ്ധരായിട്ടുള്ളവർ. 1941 മെയ് മാസം 28-ാം തീയതി മാക്സിമിലിയൻ കോൾബെ എന്ന വൈദികൻ ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ തടവുകാരനായി. ചുറ്റും വൈദ്യുത പ്രവാഹമുള്ള കമ്പികളാൽ വലയം ചെയ്യപ്പെട്ട ക്യാമ്പിൽ വാസകാലം വളരെ ചുരുങ്ങിയതായിരുന്നു. വധിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരുടെ വാസസ്ഥലം. യഹൂദർക്ക് 2 ആഴ്ച, വൈദികർക്ക് 1 മാസം, മറ്റുള്ളവർക്ക് 3 മാസം. ഈ ക്രമത്തിലായിരുന്നു ജീവിതം. ഫാദർ കോൾബെ തന്റെ ജീവിതാനുഭവത്തെ ദൈവഹിതമായി കാണുവാൻ ആശിച്ചു. തന്റെ പൗരോഹിത്യ ധർമ്മം പൂർത്തിയാക്കുവാൻ ലോകത്തിൽ ഇതിലും നല്ലൊരിടം വേറെയില്ല എന്ന് അദ്ദേഹം പരിപൂർണമായും വിശ്വസിച്ചു. ക്യാമ്പിൽ പട്ടിണിക്കിട്ട് കഠിനമായ വെയിലിൽ നിർത്തി ജോലി ചെയ്യിക്കുകയും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ പലരും മരണത്തിന് കീഴ്പ്പെട്ടിരുന്നു. സ്നേഹത്തിന്റെ ശക്തിയെ സഹചർക്ക് അനുഭവവേദ്യമാക്കാൻ ഫാദർ കോൾബെ തനിക്ക് ലഭിച്ചിരുന്ന ആകെയുള്ള ഭക്ഷണമായ ഒരു റൊട്ടിക്കഷ്ണം പോലും അപരന് കൊടുത്തും അവരെ ശുശ്രൂഷിച്ചും ശവശരീരങ്ങൾ നീക്കം ചെയ്തും സ്നേഹത്തിന്റെ രക്തസാക്ഷിയായി ജീവിച്ചു. തടവുകാരിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ക്യാമ്പിലുള്ള 10 പേരെ പേരുചൊല്ലി വിളിച്ചു മാറ്റി നിർത്തി പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് പതിവ്. ഒരിക്കൽ കൊല്ലുവാനുള്ളവരുടെ പേരുകൾ വിളിച്ച കൂട്ടത്തിൽ ഒരാൾ ഉച്ചത്തിൽ നിലവിളിച്ചു, എനിക്കെന്റെ കുഞ്ഞുങ്ങളെ കാണുവാൻ സാധിക്കുകയില്ലല്ലോ. ഇതുകേട്ട ഫാദർ കോൾബെയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. അദ്ദേഹം മേധാവിയുടെ മുൻപിൽ വന്നു പറഞ്ഞു, ഞാനൊരു പുരോഹിതനാണ്, അദ്ദേഹത്തിനു പകരമായി ഞാൻ മരിച്ചുകൊള്ളാം. മേധാവി അത് സമ്മതിക്കുകയും ചെയ്തു. വിശുദ്ധിയിലേക്കുള്ള പാത വളരെ ദുഷ്കരമാണെന്നും അതുവഴി മാത്രമേ ദൈവ ഇഷ്ടം പൂർണ്ണമായും സാധ്യമാകുമെന്നുമുള്ള തിരിച്ചറിവ് ഈ വലിയ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കാം. ഒരു ചെറിയ സഹനമെങ്കിലും മറ്റുള്ളവർക്കായി സഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാലം സക്രാരി മുന്നിൽ ഉരുകും തിരിയായി ജ്വലിക്കുവാനും ആയുസ്സു മുഴുവൻ ആ തിരുനടയിൽ വിടരും സൂനമായി പൂക്കുവാനും അതുമാത്രമാണെൻ്റെ മോഹം. മതിവരെ തീരില്ല ദാഹം, അതുമാത്രമാണെൻ്റെ മോഹം.
മതി വരെ തീരില്ല ദാഹം. ഇനിയുള്ള കാലം സക്രാരി മുന്നിൽ ഉരുകും തിരിയായി ജ്വലിക്കുവാനും. കാണാതെ ദിശയറിയാതെ പലയിടം നീങ്ങി ചെറുതോണി കുളിർ കാറ്റേകി ഓളങ്ങൾ തഴുകി ഒരു സുഖയാത്രയിൽ മതിമയങ്ങി. നനച്ചിരിക്കാതൊരു തീര വന്നു മൂടി ആഴിതന്നാഴത്തിലാണ്ടുപോയി. നനച്ചിരിക്കാതൊരു തീര വന്നു മൂടി ആഴിതൻ ആഴത്തിലാണ്ടുപോയി. എന്നിട്ടും താഴാതെ കരം പിടിച്ചെന്നെ നാഥൻ പുതുവള്ളമായി പണിതുയർത്തി. ഇനിയുള്ള കാലം സക്രാരി മുന്നിൽ ഉരുകും തിരിയായി ജ്വലിക്കുവാനും. ഇരുൾ മായ്ക്കാതെ പ്രഭയേകാതെ പല ഉരുമിന്നി മൺചിരാത് ആരോ കൊളുത്തി ദീപം ജ്വലിച്ചു ഒളിമങ്ങാതങ്ങനെ തെളിഞ്ഞു നിന്നു. നനച്ചിരിക്കാതൊരു കൊടുങ്കാറ്റടിച്ചു നാളങ്ങളെ ശക്തമായുലച്ചു. നനച്ചിരിക്കാതൊരു കൊടുങ്കാറ്റടിച്ചു നാളങ്ങളെ ശക്തമായുലച്ചു. എന്നിട്ടും മണയാതെ എണ്ണ പകർന്നു നാഥൻ നിറദീപമായെന്നെ തെളിച്ചു നിർത്തി. ഇനിയുള്ള കാലം സക്രാരി മുന്നിൽ ഉരുകും തിരിയായി ജ്വലിക്കുവാനും. ആയുസ്സു മുഴുവൻ ആ തിരുനടയിൽ വിടരും സൂനമായി പൂക്കുവാനും. അതുമാത്രമാണെൻ്റെ മോഹം. മതി വരെ തീരില്ല ദാഹം. അതുമാത്രമാണെൻ്റെ മോഹം. മതി വരെ തീരില്ല ദാഹം. ഇനിയുള്ള കാലം സക്രാരി മുന്നിൽ ഉരുകും തിരിയായി ജ്വലിക്കുവാനും.